നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ആദ്യം ഒന്ന് കണ്ടു നോക്കട്ടാ, എന്നിട്ട് ബാക്കിയായിട്ട് നമുക്ക് സംസാരിക്കാം. ഒരു രാജ്യം ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് ഇച്ഛാശക്തി ഇല്ലാത്തൊരു ഭരണാധികാരി നമ്മുടെ നാട്ടിൽ ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ. കാരണം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ യുദ്ധത്തിന്റെ ഭീഷണി മാസങ്ങൾക്ക് മുൻപ് തന്നെ ഉരുണ്ടുകൂടിയതാണ്. ഇതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാനോ അത്തരം വിഷയങ്ങൾ ഇടപെടാനോ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി തയ്യാറായിരുന്നില്ല. എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയെങ്കിലും കരുതി നമുക്ക് ആവശ്യമായ ഇന്ധനങ്ങൾ സംഭരിച്ചു വെക്കാനോ പാചക ഗ്യാസ് സംഭരിച്ചു വെക്കാനോ തയ്യാറായില്ല. അമേരിക്ക പറയുന്നതിനനുസരിച്ച് തുള്ളി മോഡി അമേരിക്കയുടെ മാത്രം വാക്ക് കേട്ട് ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയായി മാറിയപ്പോൾ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നു. കാരണം ഗ്യാസ് ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന എല്ലാവിധ സ്ഥാപനങ്ങളും ഗ്യാസ് നമുക്കറിയാം, ഹോട്ടലുകൾ ഇപ്പോൾ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വീട്ടമ്മമാർ ഗ്യാസ് മാത്രം ഉപയോഗിച്ചാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പാചകം നടത്തുന്നത്. പഴയതുപോലെ അടുപ്പൊന്നുമില്ല. അടുപ്പില്ലാതെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകൾ ഇപ്പോൾ 100% ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇതിനൊരു പരിഹാരം കാണാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന മോദി ഗവൺമെന്റ് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം ഏറ്റവും നന്നായി ബാധിക്കുന്ന രാജ്യമായി നമ്മൾ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യണം തോന്നി, അപ്പം അതുകൊണ്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ഇച്ഛാശക്തി ഇല്ലാത്ത ഭരണകൂടം എന്നാണ് പറയുന്നത്. പിന്നെ മോദി അമേരിക്കയുടെ കാല് പിടിക്കുകയെന്ന് കൈ പിടിക്കുകയെന്നൊക്കെ പറയുന്നുണ്ട്. അമേരിക്കയുടെ കാല് പിടിക്കുകയെന്നുണ്ടെങ്കിൽ ഈ വിവരമില്ലാത്തവനോട് ആദ്യം പറഞ്ഞു കൊടുക്കണ്ടേ, അമേരിക്ക ഇന്ത്യക്ക് മേലെ തിരുവ ചുമത്തിയത് എത്രയാണ്. അങ്ങനെ കാല് പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ തിരുവ ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തില്ലായിരുന്നു. അത് പോടപുല്ലെന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി അതിനുള്ള കാര്യങ്ങളപ്പം തന്നെ ചെയ്തു. അപ്പം അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇവൻ പറയണത് പശ്ചിമേഷ്യയിലൊക്കെ യുദ്ധം നടക്കാനിരിക്കുന്നെന്ന് അറിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾ അത് ശ്രദ്ധിക്കണമായിരുന്നു. അവരങ്ങോട്ട് ഗ്യാസ് നിറച്ച് വയ്ക്കണമായിരുന്നു, അവരിവിടെ അടുത്ത് ഗ്യാസ് നിറച്ച് വയ്ക്കണമായിരുന്നു. അതിപ്പോൾ വലിയ പുതുപാലായി. അവിടെ കടകൾ കൂട്ടി, മറ്റേത് കൂട്ടി, മറിച്ചത് കൂട്ടി. ഈ ഭാരതത്തെ മാത്രമാണ് ഇപ്പോൾ ലോകത്ത് എനിക്ക് തോന്നുന്നു മറ്റുള്ള രാജ്യങ്ങൾ ആക്രമിക്കാതിരിക്കുന്നത്. പിന്നെ ഭാരതത്തിൻ്റെ ഗ്യാസുമായിട്ട് വരുന്ന ഭാരതത്തിൻ്റെ കപ്പലുകൾ ഈ പറയുന്ന ഇറാൻ കിടത്തി വിട്ടിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പിന്നെ അണ്ണനിപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അണ്ണനൊരു കാര്യം ചെയ്യും. അണ്ണൻ നല്ല ഉരുളക്കിഴങ്ങും പരിപ്പൊക്കെ കൂട്ടിയിട്ട് നല്ല അങ്ങോട്ട് മടക്കി, എന്നിട്ട് ഗ്യാസ് കുറ്റി കാലിലുണ്ടല്ലോ എന്തായാലും ആ ഗ്യാസ് കുറ്റി അങ്ങോട്ട് നിറയ്ക്കണ പൊളിക്ക് ഒരു മാതൃകക്ക്. ബാക്കി എല്ലാവർക്കും ഇതുപോലെ കിടന്ന് ചിലക്കണമാർക്കൊക്കെ ഒരു മാതൃകയൊക്കെ ഇട്ടാണ് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ പറ്റുന്നുള്ളത് നരേന്ദ്രമോദി സർക്കാർ ഞങ്ങൾക്ക് ആവശ്യമില്ല ഗ്യാസിന് നിന്ന് പുല്ലാണ് ഞങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണ്ടേ ഏട്ടാ. അപ്പോൾ പിന്നെ ചാനൽ പിടിച്ചേക്കണ കുന്തം വന്നേക്കണത് ഏത് ചാനലിൻ്റെ എന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ചോദിച്ചിരുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കാര്യങ്ങൾ സ്മൂത്തായിട്ടാണ് നടക്കണം. ഗ്യാസ് നിറയ്ക്കലായാലും അണ്ണനോടെ പ്രത്യേകിച്ച് ഗ്യാസ് നിറയ്ക്കലായാലും മറ്റുള്ള കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ഗുഡ് ബൈ.